chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. Night, your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവെ, ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും അങ്ങാകുന്നു. അങ്ങയുടെ പുരോഗജനമെന്ന നിലയിൽ അങ്ങേക്കായി ആരാധനാസ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരണത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിനു വേണ്ടി ഈ പ്രപഞ്ചത്തെ അത്ഭുതകരമായ വിധം ക്രമപ്പെടുത്തി അങ്ങയുടെ പരിപാലനയുടെ കരങ്ങൾ ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ വിളിച്ചു നടത്തുന്നു. ഓരോ ദിവസവും അങ്ങയുടെ സ്തുതി കീർത്തനങ്ങൾ ആരംഭിച്ച് നന്ദിയോടെ കീർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, അവൻ ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുളി ചെയ്ത് ജീവിതസഖിയെ നൽകി അങ്ങ് ആദ്യം അവരെ ആശീർവദിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ മകൻ അബിൻ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത ആ ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ ഈ മകനെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു.
എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകൾ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനെടുത്ത വാരിയിൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുവാനും ക്രൈസ്തവ അന്തരീക്ഷത്തിൽ വളരുവാനും എന്നെ അനുവദിച്ച ദൈവമേ, കുടുംബത്തിൽ നിന്ന് ലഭിച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമെന്നും അവരോട് സ്നേഹാദരങ്ങൾ എന്നിൽ നിലനിൽക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കുദാശയിലൂടെ എന്നെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും നന്മയും നിറയുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികൾ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ പരസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുലകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാൻ ഈ ഭവനത്തിൽ പുറപ്പെടുന്ന അഭിനെ ആശീർവദിക്കണമേ. വിശുദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഇവരുടെ കുടുംബജീവിതം പൂർത്തീകരിക്കണമേ. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമായി പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
out the coast. You're all I've been thinking of. You're all I've been thinking of. Cold when you feel tired and alone. What's it take to make you strong? What's it take to make you strong? I was running, hiding, fighting, trying to find a place to go. My only love. I was fighting, felt divided, searching for a path to follow. My only love. Oh, you were with me all along. Wake me up to side side. Pick me up to make me strong. My only love, my only Are you thinking about us? Do you remember how to try? Do you remember how it was? I was running, hiding, fighting, trying to find a place to go. My only love. നമ്മുടെ മക്കളായ പരിശുദ്ധമായ വരുമ്പോൾ നമ്മളെല്ലാവരും അവരുടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് ചെയ്യണം. പ്രത്യേകിച്ച് അഭിനന്ദിക്കുവാൻ ആശ്രയുടെ മാതാപിതാക്കളെ, അതുപോലെ പ്രിയപ്പെട്ട അതിൻ്റെ മാതാപിതാക്കളെയും ജെസ്സിയെയും കുടുംബക്കാരെയുമാണ്. ഇന്നിൻ്റെ ലോകം അപകടം നടന്നതാണ് നമുക്ക് വലിയ അപകടമല്ല ഭാഗ്യം. ആ ഒരു വലിയ ഭാഗ്യം എന്ന് പറയാം. അതിലേക്കായി അതിനെ വന്നുകൂടി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട രാജാണ് കെട്ടിക്കുക, അതിൻ്റെ ജ്യേഷ്ഠനാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു. നല്ല കല്യാണം ആശംസിക്കുന്നു. ഞാൻ നിർത്തുന്നു. വികാരിച്ചനാണ്. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ്റെ താമസങ്ങളും നമ്മുടെ പ്രാർത്ഥന അച്ഛൻ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യും. ആമേൻ.
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാനവനായ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഇടപെടരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗീയ വരങ്ങളാൽ വധൂവരന്മാരെ സമന്വയരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോട് പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു, അവരുടെ മേലി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന തിരുവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുള്ളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സന്നിധിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അത്യമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുവാൻ പൗലോസ്ലീഹ എഫെസസ്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആസ്വദിക്കണമേ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കടയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കലങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ സ്തുതി. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1-10. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വസ്ത്രോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തടവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിവാഹമെന്ന ഉദാശയാൽ ബന്ധിതരാകാൻ പോകുന്ന പ്രിയ ആഷ്നയുടെ അഭിനയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രങ്ങളെ, ആഷ്നയെയും അഭിനയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. തങ്ങൾ ഒരുമിച്ചായിരിക്കുവാനായിട്ട് തീരുമാനമെടുത്ത് ജീവിത അവസാനം വരെ ആ ഒരുമിച്ച് വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന്
വിവാഹത്തിനായിട്ട് ഇവിടെ ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് ആശംസകൾ അർപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരി അവരുടെ ജീവിതം ഏറ്റവും സന്തോഷവും സമാധാനവുമാകുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വിവാഹം എന്ന ഉദാശ സ്നേഹത്തിൻ്റെ ഉദാശയാണ്. നമ്മൾ പലതിനെയും ഇഷ്ടപ്പെടാറുണ്ട് എന്ന് പറയുന്നത് സഹനത്തിലൂടെയാണ് അതിൻ്റെ പൂർത്തീകരണം. ഇഷ്ടം എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇഷ്ടമുണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടം മാറുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടപ്പോഴും വസ്തുക്കളോടായിരിക്കും, വ്യക്തികളോട് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുവാനായി സാധിക്കില്ല. കാരണം ഇഷ്ടം ശാശ്വതമല്ല, അത് കുറച്ച് നേരത്തേക്ക് മാത്രം ഉണ്ടാകുന്നത്. എന്നാൽ സ്നേഹം ശാശ്വതമാണ്. അതുകൊണ്ടാണ് ഇവർ സ്നേഹത്താലാണ് ഇന്ന് ഒന്നിക്കപ്പെടുന്നത്. ഈ സ്നേഹം അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്നും ഒരുമയിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ സ്നേഹം സഹനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. സഹനം വരുമ്പോൾ നാം ഒറ്റപ്പെടുന്ന വ്യക്തികളായി മാറുകയാണെങ്കിൽ അവിടെ സ്നേഹമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ കൈപിടിച്ച് നടത്തുവാനായിട്ട്, കൂടെ നിൽക്കുവാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്നേഹം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായെങ്കിൽ മാത്രമേ അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്നേഹം അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദൈവമാണ് സ്നേഹത്തിൻ്റെ മുഖ്യഭാവത്തിൽ എന്നും ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയുടെ വ്യക്തികളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്രയം കർത്താവാണ്. കർത്താവ് അങ്ങനെയുള്ളവന് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിൽ യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ യേശുവിന് കേന്ദ്രസ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആശ്രയെയും സ്നേഹിക്കുവാനായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധിയുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. കാരണം അവരുടെ കേന്ദ്രബിന്ദു യേശുവാണ്. ഇവർക്ക് സാധിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥന പോലുള്ള ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. എല്ലാ ദിവസവും ഒരുമിച്ച് സംസാരിക്കുവാനായിട്ട് അല്പസമയമെങ്കിലും കണ്ടെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് ഇവർ വിവാഹിതരാകുമ്പോൾ ഇവർക്ക് എല്ലാവരും നമുക്ക് ആശംസിക്കാം. ഇവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടായിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സംശക്തനായ ദൈവം ഇവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോട് കൈകാര്യം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ദിവസഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിഗണനം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി നിങ്ങൾ ചൊല്ലണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആഷ്നെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ ആഷ്ന വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഭിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതരം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ നിങ്ങളെ വിവാഹത്തിൽ നയിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പ്രസിദ്ധരായി ജീവിക്കുവാനും ഇതിൽ വിസ്തൃതമായിരിക്കുന്ന കുരിശ് ഇവർ ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ ആശീർവസ്തത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവെ, ഈ മന്ത്രത്തോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും
ഭൗതികമായ സത്യത്തെയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ വിശുദ്ധിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ തീർത്ഥവുമായി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ ജീവന്റെ മന്ന
അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിൽ നായകനായ മാറിയത്തിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷ സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെടുന്നതിലും നിസ്വാർത്ഥമായ സമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും ദാന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാവുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാവ് സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുവേ ജീവനേ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും നിന്നുമേ. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ രാവേറെയായി ഇതളോരമായി താൻ ചേരുന്നു ഞാനോ തനിയെ. പൂന്തേനുറങ്ങുന്ന പൂവിനുള്ളിലിതാ പൂക്കുന്നു മോഹം പതിയെ. വിരിയുമിനിയാവോളം നിന്നിൽ ചേരുമീ നേരം ജന്മം ധന്യമാ.
ചേമന്തിച്ചേലും Let me introduce groom and bride. Our groom, Abid, son of Kalyanal Bedi and Cherikan Jason, was born on 6 June 1994. His initial stage of studies have been completed in Perigiri High Secondary School and his higher studies done in Bangalore. As a young and energetic youth, came out of the campus to post in Dubai as an accountant. And our bride Asha, daughter of Aikar Robin and Aikar Edwina, was born on 8 August 1997. Her initial stage of studies had been completed in GXS Maru and her nursing was completed from Bangalore and she worked at Bangalore Apollo Hospital. Now let's invite the parents and siblings to the stage. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ ഞാൻ കണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേ പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല
ਅੱਜ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ। ਹਾਏ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ। ਅੱਖੀਆਂ ਚੋਂ ਡਿੱਗਦੇ ਹੰਝੂ ਖੁਸ਼ੀਆਂ ਦੇ, ਤੇਰੀ ਬਣ ਜਾਣਾ ਅੱਜ ਤੋਂ ਸਜਣਾ ਵੇ। ਅੱਖੀਆਂ ਚੋਂ ਡਿੱਗਦੇ ਹੰਝੂ ਖੁਸ਼ੀਆਂ ਦੇ, ਤੇਰੀ ਬਣ ਜਾਣਾ ਅੱਜ ਤੋਂ ਸਜਣਾ ਵੇ। ਖੁਸ਼ੀਆਂ ਦਾ ਚੜਿਆ ਅੱਜ ਵੇਲਾ ਵੇ, ਸਾਰਿਆਂ ਨੇ ਨੱਚਣਾ ਸਾਰਿਆਂ ਨੇ ਗਾਉਣਾ ਵੇ। ਖੁਸ਼ੀਆਂ ਦਾ ਚੜਿਆ ਅੱਜ ਵੇਲਾ ਵੇ, ਸਾਰਿਆਂ ਨੇ ਨੱਚਣਾ ਸਾਰਿਆਂ ਨੇ ਗਾਉਣਾ ਵੇ। सखियां ने सजना है मैं भी सवरना है, अज दिन चढ़िया तेरे नाम दा वे। सखियां ने सजना है मैं भी सवरना है, अज दिन चढ़िया तेरे नाम दा वे। दिल नहीं लगता है वे आके तू ले जावे, मैं तेरे इंतजार च तकदियां राह। अखियां चो डिगदे हंझू खुशियां दे, तेरी बन जाना अज तो सजना वे। अखियां चो डिगदे हंझू खुशियां दे, तेरी बन जाना अज तो सजना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। खुशियां दा चढ़िया अज वेला वे, सारियां ने नचना सारियां ने गाना वे। पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा। तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। पागल पागल है थोड़े बादल, बादल हैं दोनों खुल के पर से भी गया जरा। पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा। तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा।
सही क्या मुझे ना पता है, तुम्हें अगर पता हो बता देना। मैं अरसे से खुद से जरा लापता हूँ, तुम्हें अगर मिलूं तो बता देना। खो न जाना मुझे देखते देखते, तू ही जरिया तू ही मंजिल है या के दिल है, इतना बता। तूने छुआ जख्मों को मेरे, मरहम मरहम दिल पे लगा। पागल पागल है थोड़े बादल, बादल है भीगे बरसे बरसे भीगे आ जरा।